നെൽകൃഷിയിൽ നൂറുമേനി വിളവുമായി കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വിളവെടുപ്പുത്സവം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാൻ കർഷക ഉത്പാദക കമ്പനികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊല്ലം കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ മണലുവട്ടം അരത്തക്കണ്ടപ്പൻ ക്ഷേത്രം ഏലായിൽ നടത്തിയ നെൽകൃഷിക്ക് നൂറുമേനി വിളവ് ലഭിച്ചു. വിളവെടുപ്പുത്സവം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാൻ കർഷക ഉൽപാദക കമ്പനികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമുക്കൊരു 10 ഏക്കറിലെ കൃഷി ചെയ്യാൻ തക്ക രീതിയിൽ നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണം. കുറച്ച് പച്ചക്കറികൾ കൂടി നമുക്ക് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ ഓണക്കാലത്ത് നമുക്ക് വിപണിയിൽ ആ പച്ചക്കറികൾ എത്തിക്കുവാൻ, ഏത്തക്കുലകൾ എത്തിക്കുവാൻ, പഴക്കുലകൾ എത്തിക്കുവാൻ, അതിനൊക്കെ നല്ല വില കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഫാർമേഴ്സിനെ കൊണ്ടുവന്നാൽ ഒരുപാട് മാറ്റം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഏതായാലും ഇത് വിട്ടുകൊടുത്ത നമ്മുടെ ഈ അമ്പല കമ്മിറ്റിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളാകുവാൻ ശ്രമിച്ച മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർഷക തൊഴിലാളികൾ പണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കും ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തക്ക നിലയിൽ അവരെയും സഹായിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിറകതിർ എന്ന രീതിയിൽ ഇവിടെ ഇന്ന് കൊണ്ടുവന്ന തരിശ് രഹിത നെൽകൃഷി ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നബാർഡിന്റെ സഹായത്തോടുകൂടി ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നിറകതിർ തരിശുരഹിത നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് അരത്തക്കണ്ടപ്പൻ ക്ഷേത്രം ഏലായിലെ 3 ഏക്കർ നിലത്തിൽ നെൽകൃഷി നടത്തിയത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിച്ചാൽ കേരളത്തിന്റെ കാർഷികോൽപാദനവും തൊഴിലവസരവും വർദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വരും വർഷങ്ങളിൽ 10 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് കമ്പനി ചെയർമാൻ ജെ.സി. അനിൽ പറഞ്ഞു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി. അമൃത, കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. കൃഷ്ണപിള്ള, കൊട്ടാരക്കര സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, കേരള റൂറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.